ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വൈൻ ഉണ്ടാക്കി കിട്ടും കേട്ടോ. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഒരു 1/2 കിലോയോളം സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ അതാ ജ്യൂസ് ആക്കിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഗ്ലാസ് ജ്യൂസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും പച്ചവെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പച്ചവെള്ളവും ഇല്ല, അല്ലാത്ത വെള്ളവും ഇല്ല, ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഒരു ബോട്ടിൽ നല്ല ഉണങ്ങി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത നല്ല ചില്ലിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചില്ലിൻ്റെ ബോട്ടിൽ ഇല്ല എങ്കിലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ അരിച്ചു വച്ചിരിക്കുന്ന ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇനി അതിലേക്ക് ഒഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് 1 ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, 5 ഏലക്കായ, 4 ഗ്രാമ്പു, ഇത്രയും ഇട്ടാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ഈ വെള്ളം ഇത് ഞാൻ കറക്റ്റ് 2 ഗ്ലാസ് ആണ് തിളപ്പിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അളന്നാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് ജ്യൂസ്, അതിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നിങ്ങളും ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് അതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് 1/2 കിലോ പഞ്ചസാരയാണ്. 1/2 കിലോ സ്റ്റാർ ഫ്രൂട്ടിന് 1/2 കിലോ പഞ്ചസാര എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അടുത്തതായിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ഗോതമ്പാണ് കേട്ടോ. 1 കപ്പ് അളവെന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പ് ചെറുതാണ്, അതായത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ്. ആ കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് എല്ലായിടത്തും കലങ്ങി, ആ ഈസ്റ്റൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായിട്ട് കലങ്ങി വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് അടച്ചു വെക്കുമ്പോൾ ഇച്ചിരി ഒരു എയർ പോകുന്ന രീതിക്ക് വേണം കേട്ടോ ഒന്ന് അടച്ചു വെക്കാനായിട്ട്. ഒത്തിരി ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വെക്കരുത്. അതിനുശേഷം ഒരു ഇരുണ്ട തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി ഒരുപാട് വെട്ടം കിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് മാറ്റി സൂക്ഷിക്കുക കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. നമുക്ക് ഇനി ഇതൊന്ന് അഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വീണ്ടും കെട്ടിവെക്കാനായിട്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇളക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയും അതുപോലെ തന്നെ ഈസ്റ്റും ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് അങ്ങ് പൊക്കോളൂ കേട്ടോ. ഇതിനു മുന്നേ ഞാനൊരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ രീതിക്ക് തന്നെ നമ്മൾ പിറ്റേ ദിവസവും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു 3-4 ദിവസത്തേക്കും കൂടി നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വൈൻ കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഈ 14 ദിവസത്തിനുള്ളിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലേക്കാണെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വൈന് ഇപ്പം 14 പൊക്കമായി. നമ്മൾ ഇതിനിയൊന്ന് അരിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം തന്നെ വൈൻ്റെ ആ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ മണം വരുമ്പം തന്നെ അറിയാം അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അതൊന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നതൊക്കെ ഒട്ടും വെള്ളമയം ഇല്ലാത്ത പാത്രവും തവിയും അരിപ്പയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക. വെള്ളമയം എന്ന് പറയുന്നത് ഒട്ടും പാടില്ല. നമ്മൾ വൈനുണ്ടാക്കുന്ന ഒരു സാധനത്തിനും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ അതിനുണ്ടായിരുന്ന ആ ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മൾ ആദ്യം വൈൻ ഇട്ട ആ പോട്ടിൽ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഒട്ടും വെള്ളമയമൊന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് തന്നെ ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് ഇളക്കൊന്നും ചെയ്യണ്ട. ഇനി നമ്മളിത് മൂടിക്കെട്ടി ഭദ്രമായിട്ട് വെച്ചാൽ മതി. നമുക്ക് 21-ാം പൊക്കം
ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം 21-ാം പൊക്കമാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ കിട്ടും. നമ്മൾ ബോട്ടിലിലേക്ക് ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ പുറത്തൊക്കെ ഉണ്ട് എങ്കിൽ വീണിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ കെട്ടി വെക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്ന് വീണ്ടും മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കെട്ടി വെക്കുക. അപ്പോൾ നമ്മുടെ വൈനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 21-ാം പൊക്കമാണ്. ഞാൻ വൈൻ ഒന്ന് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ നിറവും അതുപോലെ തന്നെ അതിൻ്റെ ആ മണവും ഒക്കെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ ആ മണം വരുമ്പോൾ തന്നെ അറിയാം അത് എത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈനാണെന്ന്. നിങ്ങളും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വൈൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി.